ഗസയിൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള UN പ്രമേയം രക്ഷാസമിതിയിൽ US വീറ്റോ ചെയ്തതോടെ വെടിനിർത്തൽ നീളുകയാണ്. ലക്ഷ്യങ്ങൾ ഇപ്പോഴും യുദ്ധക്കെടുതിയിലാണ്. ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ വെടിനിർത്തൽ പ്രമേയം സ്വാധീനിക്കുമെന്നാണ് US വാദിക്കുന്നത്. അൾജീരിയയാണ് US രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നത്. US മാത്രമാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. UK വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നപ്പോൾ 13 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ 30,000-ഓളം ഫലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 20 ലക്ഷത്തോളം പേർ കടുത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. ഈയൊരു സാഹചര്യത്തിലും വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത US നടപടിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രമേയത്തെ അനുകൂലിച്ചുള്ള ഓരോ വോട്ടും ഫലസ്തീനികളുടെ ജീവിക്കാനുള്ള അവകാശത്തിനുള്ള പിന്തുണയാണെന്ന് UNലെ അൾജീരിയൻ പ്രതിനിധി അമർ ബെൻഡാമ പറഞ്ഞു. എന്നാൽ അതിനെതിരെ വോട്ട് ചെയ്യുന്നത് ക്രൂരമായ അക്രമത്തിന് പിന്തുണ നൽകുന്നതിനെ സൂചിപ്പിക്കുന്നുവെന്നും അൾജീരിയയുടെ നയതന്ത്ര പ്രതിനിധി വ്യക്തമാക്കി. വെടിനിർത്തലിനൊപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജനുവരിയിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്നും ഗസയ്ക്കുള്ള സഹായം സുഗമമായി എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതേസമയം ഗസയിലേക്കുള്ള ഭക്ഷ്യവിതരണം പൂർണ്ണമായും നിർത്തി വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ട്രക്കുകൾക്ക് സുരക്ഷയില്ലാത്തതാണ് ഭക്ഷ്യവിതരണം നിർത്താനുള്ള പ്രധാന കാരണം. ഇതിനൊപ്പം ഗസയിലെ ക്രമസമാധാന നില തകർന്നതും വിതരണം നടത്താൻ കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഗസയിൽ ജനലക്ഷങ്ങളാണ് പട്ടിണിയിലായത്. ഭക്ഷ്യവിതരണം നിർത്തുന്നത് നിസ്സാരമായി എടുത്ത തീരുമാനമല്ല. ഭക്ഷ്യവിതരണം നിർത്തിയാൽ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാം. പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ട്രക്കുകളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ നിലപാട്. ട്രക്കിനു നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് 3 ആഴ്ച മുമ്പ് ഭക്ഷ്യവിതരണം നിർത്തിയിരുന്നു. തുടർന്ന് വിതരണം പുനരാരംഭിച്ചപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ട്രക്കുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. വിശപ്പ് കൊണ്ട് വലയുന്ന ജനങ്ങൾ ട്രക്കുകളിലെ ജീവനക്കാരെ ആക്രമിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നതും വെല്ലുവിളിയാണെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതർ വ്യക്തമാക്കുന്നത്. ഗസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏകദേശം 23 ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിലാണ് വീണ്ടും ഗസയിലേക്കുള്ള സഹായം നിർത്തിയത്. വെടിനിർത്തണമെന്ന രാജ്യാന്തര അഭ്യർത്ഥന തള്ളിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഗസയിലെ ആക്രമണം മാസങ്ങളോളം തുടരുമെന്ന് വ്യക്തമാക്കി. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാൻ സമയമെടുക്കുന്നതിനാൽ യുദ്ധം നീളുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞതു തന്നെയാണ് TV പ്രസംഗത്തിൽ നെതന്യാഹു ആവർത്തിച്ചത്. ഗസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂണിസിലാണ് ഇസ്രായേൽ ടാങ്കുകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഹമാസുമായുള്ള തെരുവ് യുദ്ധം തുടരുന്നതിനിടെ സെൻട്രൽ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം കനത്ത ബോംബാക്രമണമാണ് കഴിഞ്ഞ രാത്രിയിലും ഇസ്രായേൽ നടത്തിയത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം, നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ വെടിവെപ്പിൽ 17 പേർക്ക് പരിക്കേറ്റു.